ലത്തീഫ് സാറേ, ഇപ്പോൾ പ്രാവശ്യം +2 കഴിയുന്ന കുട്ടികളുണ്ട്, CAക്ക് വരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ. അവർക്ക് CA എടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളും ശ്രദ്ധിക്കണം എന്നുള്ളത്. ഇപ്പോൾ സാറ് 2-3 വർഷമായിട്ട് CA കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത് അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അവർക്ക് കൊടുക്കാനുള്ള ഒരു ഗൈഡൻസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. സാർ ഒന്ന് ഇപ്രാവശ്യം +2 കഴിയുന്ന സമയത്ത് എസ്പെഷ്യലി ഫസ്റ്റ് വരുന്ന ഒരു പ്രയാസമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ കൊമേഴ്സ് എന്നുള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമാണോ CAക്ക് വരാൻ പറ്റുക എന്നുള്ള ഒരു സംശയം പലപ്പോഴും വരാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ബ്രേക്ക് ചെയ്ത് ഇപ്പൊ ഏറ്റവും കൂടുതൽ വരുന്നത് സയൻസ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള വിദ്യാർത്ഥികളാണ്. അപ്പോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, കൊമേഴ്സ് എന്നായിക്കോട്ടെ, സയൻസ് എന്നായിക്കോട്ടെ, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് എന്നായിക്കോട്ടെ, ഏത് സ്ട്രീമിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, CAക്ക് വരാം. കാരണം CA എന്ന് പറയുന്ന എല്ലാവരുടെയും ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ഒരു കോഴ്സാണ് അല്ലെ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആവുക, പവർഫുൾ ആയിട്ടുള്ള ഒരു ഓഡിറ്ററുടെ സിഗ്നേച്ചർ ഉണ്ടാവുക, ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന അല്ലെങ്കിൽ വളരെ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണ് ശരിക്കും CAക്ക് വരിക. അപ്പൊ ഈ CAക്ക് വരുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന കുറെ ആശങ്കകൾ ഉണ്ടാവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളെ എക്സ്പീരിയൻസ് നിന്ന് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ പ്രധാനപ്പെട്ട് ഫസ്റ്റ് ഡേ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-3 കാര്യങ്ങൾ നിങ്ങൾ ആദ്യം നോക്കിയാൽ മതി. നിങ്ങൾ ക്ലാസ് റൂമിൽ വന്നിട്ട് പല ആൾക്കാരും മാർക്കറ്റിംഗ് നടത്തി CA അങ്ങനെ സിമ്പിളാണ് ഇങ്ങനെ സിമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും. CAക്ക് അത്ര ശമ്പളം കിട്ടും, ഇങ്ങനെ പല കാര്യങ്ങളും കേട്ടിട്ടുണ്ടാവും അല്ലേ. നമുക്ക് ഷിഫിൻ സാറൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. ഷിഫിൻ സാറൊക്കെ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും നമ്പർ 1 ലോ ഫാക്കൾട്ടിയാണ്. ഫൗണ്ടേഷൻ ലെവലിൽ ലോക്ക് എടുക്കുന്ന ഏറ്റവും വലിയ നമ്പർ 1 ഫാക്കൾട്ടിയാണ്. സാറൊക്കെ സാറിന്റെ എക്സ്പീരിയൻസ് എന്നുള്ള കുറച്ച് വാക്കുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയി. കാരണം ഈ ക്ലാസ് റൂം സാറ് ശരിക്കും CAനെ കുറിച്ച് എങ്ങനെ അറിയണേ? ഞാൻ ഇതേപോലെ +2 കഴിയുമ്പോൾ നമുക്ക് എല്ലാ കുട്ടികൾക്കും ഒരുപാട് സംശയം ഉണ്ടാകുന്ന ഒരു ടൈം പീരീഡ് ആണ് അല്ലേ. അത് കൊമേഴ്സ് എടുത്ത കുട്ടിക്കാണെങ്കിലും സയൻസ് എടുത്ത കുട്ടിക്കാണെങ്കിലും ഇനി എങ്ങോട്ട്, ഇനിയിപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും എങ്ങോട്ട് പോകണം എന്നുള്ള സംശയം ഒരുപാട് പേർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇതേപോലെ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് വഴിയും ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികൾക്ക് CA അറിയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം എല്ലായിടത്തും നമുക്ക് മാർക്കറ്റിങ്ങും പരസ്യം കാണുന്നുണ്ട്. പക്ഷെ എങ്ങനെ CAക്ക് എത്തിക്കഴിഞ്ഞ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ CA പഠിച്ചു കഴിഞ്ഞ് എന്ത് ജോബാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും കുട്ടികൾക്ക് വ്യക്തമായിട്ടുള്ള ഒരു നോളജ് ഇല്ല എന്നുള്ളതാണ് അറിവ്. കുറെ ആൾക്കാർ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. അഡ്മിഷൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് കുട്ടികൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്ത് കൊടുക്കാന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഷിഫിൻ സാർ എങ്ങനെയാണ് CAനെ കുറിച്ച് ആദ്യമായിട്ട് അറിയണത്? അപ്പോൾ ഞാൻ ഇതേപോലെ +2 പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾക്കും ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ മാർക്കറ്റിങ്ങിന് ആൾക്കാർ വന്നു. അങ്ങനെയാണ് ആദ്യമായിട്ട് അറിയുന്നത്. അപ്പൊ ഷിഫിൻ സാറിനെ ഹൈലൈറ്റ് ചെയ്ത വേർഡ് എന്തായിരുന്നു? ശരിക്കും അവർ മാർക്കറ്റിങ്ങിന് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ ഷിഫിൻ സാർ ഹൈലൈറ്റ് ചെയ്ത കാര്യം എന്തായിരുന്നു? പ്രധാനമായിട്ട് നമുക്ക് സോഷ്യൽ സ്റ്റാറ്റസ് നല്ല രീതിയിൽ ഉണ്ടാവും. പിന്നെ പോരാതെ ഹൈ പേ സ്കെയിലുള്ള സാലറി, ഇതന്നെയാണല്ലോ ഇപ്പൊ നമുക്ക് പ്രധാനമായിട്ടും റെസ്പെക്ട്, ഒരു സൊസൈറ്റിയിൽ നല്ല റെസ്പെക്ട് കിട്ടും, പിന്നെ നല്ല സാലറി കിട്ടും. ഓക്കെ, ഗഫൂർ സാർ അതുപോലെ തന്നെ CAക്ക് ഫൗണ്ടേഷനൊക്കെ ജോയിൻ ചെയ്യുന്ന സമയത്ത് CAനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്? CAനെ കുറിച്ചിട്ട് അറിയുന്നത് 10 പേരെ ഉണ്ടായിരുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ ഡോക്ടർ ആവണമെന്നായിരുന്നു. പിന്നെ +1 അതായത് 10ാം ക്ലാസ് വരെ ഡോക്ടർ ആവാന്നുള്ളതായിരുന്നു ആഗ്രഹം. ഓക്കെ, പിന്നെ +1 കൊമേഴ്സിൽ ചേർന്നുകൊണ്ട് തന്നെ പിന്നെ ആ സ്വപ്നം റെഡി ആവില്ല. പിന്നെ ഞാൻ +1 നമ്മുടെ ബിസിനസ് എന്ന് പറഞ്ഞ സബ്ജക്ട് ഉണ്ടല്ലോ, ബിസിനസ് സബ്ജക്ട്. അപ്പൊ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു 2-3 ടേംസുകൾ പറഞ്ഞു. ബിസിനസ് എന്താ, ബിസിനസ്, അതുപോലെ തന്നെ പ്രൊഫഷൻ, അങ്ങനെ കുറച്ച് ടേംസുകൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ടേംസിൽ പറഞ്ഞപ്പോൾ പ്രൊഫഷനെ എലാബറേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് പറഞ്ഞിരുന്നു. പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് ചാർട്ടേഡ് അക്കൗണ്ടന്റ്, അതുപോലെ ഡോക്ടർ, വക്കീൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഒരു എക്സാമ്പിൾ പറയുന്നു. ഓക്കെ, അപ്പോൾ ഡോക്ടറിന്റെ കൂടെ തന്നെ നിൽക്കുന്ന ഒരു കോഴ്സാണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. അപ്പോൾ അതൊരു പ്രിവിലേജ് കോഴ്സാണ്. ഡോക്ടർ എന്ന് പറയുമ്പോൾ സൊസൈറ്റി പ്രിവിലേജ് കോഴ്സ് ആയത്. അപ്പോൾ സാറ് ഫസ്റ്റ് ടൈം കേൾക്കുന്നത് ഈ CA എന്ന് പറയുന്നതിനെ കമ്പയർ ചെയ്ത് കേൾക്കുന്നത് ബിസിനസ് സാറ് സബ്ജക്ട് എടുക്കുന്ന സമയത്ത് പ്രൊഫഷനെ കുറിച്ച് പറയുമ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ പറയും. കാരണം സാർ ഓൾറെഡി ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. ആ സമയത്ത് പിന്നെ ആ കോഴ്സിന്റെ കൂടെ തന്നെ ഒരു ചാർട്ടേഡ് അക്കൗണ്ട്. അപ്പൊ ചാർട്ടേഡ് അക്കൗണ്ടിൽ സാറിനോട് ചോദിച്ച സമയത്താണ് സാർ പറഞ്ഞത് അത് +2 കഴിഞ്ഞിട്ട് എടുക്കാമെന്നുള്ള രീതിയിൽ. പിന്നെ റിലേറ്റീവ്സിൽ ഒരാൾ മുന്നോട്ട് വന്ന് ചാർട്ടേഡ് അക്കൗണ്ട് കോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കൂടുതൽ അതിനെ കുറിച്ച് അറിഞ്ഞ് അങ്ങനെ വന്ന് ചേർന്നതാണ്. ഓക്കെ, അപ്പൊ സാറ് മാർക്കറ്റിംഗ് ക്ലാസ്സുകളൊന്നും കേട്ടിട്ടില്ല? ഓക്കെ. ഇനി അസർ സാർ ഉണ്ട്. അസർ സാർ എങ്ങനെ ശരിക്കും കേട്ടത് CAക്ക് വരാനുള്ള മുമ്പേ? ഞാൻ ആക്ച്വലി ഹ്യൂമാനിറ്റീസ് എടുത്ത ആളാണ്. അതായത് +1 +2 ഹ്യൂമാനിറ്റീസ് പഠിച്ച ആളാണ്. അടിപൊളി. ഞാൻ IAS ഒക്കെ എടുക്കണം എന്ന് വിചാരിച്ച് ഹ്യൂമാനിറ്റീസ് എടുത്ത്. ബട്ട് എന്താണ്, ആക്ച്വലി ഹ്യൂമാനിറ്റീസിലും കുറച്ച് മാർക്ക് കുറവായിരുന്നു. +2 നമ്മൾ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് മാർക്ക് കുറവായിരുന്നു. പിന്നെ IASന് പോകേണ്ടത് അത് ഒഴിവാക്കിയിട്ട് എന്നോട് എൻ്റെ ഒരു സിസ്റ്ററിന്റെ ഫ്രണ്ട് പറഞ്ഞതാണ് ഇങ്ങനെ CAക്ക് പോകും. ഞാൻ ആക്ച്വലി സിസ്റ്ററിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഹ്യൂമാനിറ്റീസ് എടുത്തു, എനിക്ക് ഒരു നല്ല കോഴ്സ് എടുക്കണമെന്നുണ്ട്. +2 ശരിയായില്ലല്ലോ, അപ്പൊ നല്ലൊരു കോഴ്സ് എടുക്കണം. ഇപ്പോൾ സയൻസ് എടുത്തോൾക്ക് MBBS അങ്ങനെ ഒരുപാട് റൂട്ടുകൾ പോവാം. ബട്ട് എന്താണ്, ഹ്യൂമാനിറ്റീസ് എടുത്തോൾക്ക് ചെറിയൊരു ഇതുള്ളൂ, കുറഞ്ഞ ഏരിയയൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ എടുക്കാൻ പറ്റിയൊരു നല്ല കോഴ്സ് ഏതാന്ന് ചോദിച്ചു. അങ്ങനെ സിസ്റ്റർ കണക്ട് ചെയ്തെന്നാണ് ഇന്നെ
CA എടുക്കാം എന്നുള്ളൊരു ലെവലില് പറഞ്ഞ് അങ്ങനെ എടുത്തതാണ് ആക്ച്വലി. ഓക്കെ. അപ്പൊ ഞാന് പക്ഷേ CAക്ക് വരുന്ന സമയത്ത് ഞാൻ +1 +2 ഒരു മാർക്കറ്റിംഗിന് വേണ്ടി ക്ലാസ് എടുക്കാൻ വന്ന സ്റ്റുഡന്റും അതുപോലെ തന്നെ സാർമാരൊക്കെ പറഞ്ഞിട്ടാണ് ഞാനും CA എന്ന് പറഞ്ഞത്. അപ്പൊ കുറെ ആൾക്കാർ ഓൾറെഡി മാർക്കറ്റിംഗ് ലെവലിൽ കേട്ടിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സജഷൻ ഫ്രണ്ട്സ് ആരെങ്കിലും റിലേറ്റീവ്സ് ആരെങ്കിലും സജസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ട്. ഇതിനെക്കുറിച്ച് മറ്റേതെങ്കിലും ന്യൂസ് ചാനൽ വഴി കേട്ടിട്ട് അറിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓൾറെഡി നമ്മളൊരു ഇൻഫർമേഷൻ കിട്ടി CA-കാരനാവണം എന്ന് ആഗ്രഹിച്ച് വരുന്ന സമയത്ത് ഇതിൽ 2-3 കാര്യങ്ങൾ പ്രധാനമായിട്ട് നോക്കേണ്ടതുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ അത്രമേൽ ആഗ്രഹിച്ചിട്ടായിരിക്കണം ഈ കോഴ്സ് എടുക്കേണ്ടത്, അല്ലെ? കാരണം അത്രയും നല്ല ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ കോഴ്സിന് വന്നാൽ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. മറ്റു കോഴ്സിന്റെ പോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് പാസ്സാവാൻ പറ്റുന്ന ഒരു കോഴ്സ് അല്ല. കുറച്ചൊരു ടഫസ്റ്റ് ലെവൽ, ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ നടക്കുന്ന ഒരു പരീക്ഷ. ഇതൊരു ബുദ്ധിമുട്ടാണോ ഭയങ്കര ടഫാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറെ ഫാക്ടേഴ്സ് അതിൽ ഡിസ്ക്രൈബ് ചെയ്യാണ്ട്. എന്താണ് ഇതിന്റെ ടഫ്, എന്താണ് ഇതിൽ ബുദ്ധിമുട്ട് എന്ന് പറയുന്ന ഫാക്ടർ, എന്താണ് പ്രയാസം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഷിഫിൻ സാർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ CA ടഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാം, ഫസ്റ്റ്ലി സബ്ജക്ട് എന്ന് പറഞ്ഞ സാധനത്തിൽ ഒരു ടഫും ഇല്ല. നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്സും സബ്ജക്ട്സും തന്നെയാണ് ഇതിലുള്ളത്. എല്ലാ ടോപ്പിക്കും നമുക്ക് സാർമാർ നല്ല രീതിക്ക് ക്ലാസ് എടുത്ത് തന്നെ ഞാൻ മനസ്സിലാക്കാനും അത് നല്ല രീതിക്ക് നമുക്ക് പഠിക്കാൻ പറ്റി കഴിഞ്ഞാൽ പഠിയും ചെയ്യും. പിന്നെ ഈ CA ടഫ് ആവുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. എന്താണ് CA ബുദ്ധിമുട്ടാവാനുള്ള കാരണം? ഷിഫിൻ സാർ അഭിപ്രായത്തിൽ എന്തൊക്കെ കാരണങ്ങളാണ് CA ടഫ് ആക്കുന്നത്? അതായത് ഒന്നാമത്തെ കാരണം ഇപ്പൊ നമ്മൾ +2 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ നമുക്ക് കൂടുതൽ പഠിക്കാനല്ല വരുന്നത്, കൂടുതൽ സമയം കുറച്ച് പഠിക്കാനേ വരുന്നുള്ളൂ. പക്ഷെ CA സംബന്ധിച്ച് എന്താ വെച്ചാൽ പഠിക്കാനുള്ള സംഭവമൊക്കെ എളുപ്പമാണ്, പക്ഷെ എല്ലാം കുറഞ്ഞ ടൈം പീരീഡ് ഉണ്ട് കംപ്ലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. അതായത് വലിയൊരു കരിക്കുലാണ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ആ ഒരു ബേർഡൻ ആണ് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നം. പഠിക്കാൻ നിങ്ങളെ സംബന്ധിച്ച് ഒരിക്കലും ബുദ്ധിമുട്ടുണ്ടാവില്ല, പക്ഷെ കുറഞ്ഞ സമയം കൊണ്ട് ഓരോന്നും പഠിച്ച് തീർക്കേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ട്. ചിലപ്പോൾ നമുക്കിപ്പോൾ +2 കഴിഞ്ഞ് CA ഫൗണ്ടേഷൻ ചെയ്യുന്ന കുട്ടികൾക്ക് സയൻസുകാർക്കാണെങ്കിലും കൊമേഴ്സുകാർക്കാണെങ്കിലും ഹ്യൂമാനിറ്റീസുകാർക്കൊക്കെ പരിചയമില്ലാത്തൊരു പ്രധാനപ്പെട്ട സബ്ജക്റ്റാണ് ലോ. ഇപ്പൊ ഞാൻ ക്ലാസ് എടുക്കുന്നത് അതാണ്. അപ്പൊ ഈ സബ്ജക്റ്റ് ഒന്നും മുമ്പ് ആരും കേട്ടിട്ടില്ല. ഇപ്പൊ ഒരു 6 മാസത്തൊക്കെ ഒരു ടൈം പീരീഡ് കൊണ്ട് നമ്മൾ ഇത് പഠിച്ചെടുത്ത് പരീക്ഷ എഴുതുക. അതാണ് കുട്ടികൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട്. അതാണ് ഇത് ഫൗണ്ടേഷൻ ആണെങ്കിലും ഇന്റർനാണെങ്കിലും ഫൈനലാണെങ്കിലും നമുക്ക് ഒരുപാട് പഠിക്കാൻ വരുന്നുണ്ട് കുറഞ്ഞ സമയം കൊണ്ട്. അത് പറ്റാത്തതുകൊണ്ടാണ് പലപ്പോഴും കുട്ടികൾ 1-2 അറ്റംപ്റ്റ് ഒക്കെ എടുത്തിട്ട് ഈ സംഭവം ക്ലിയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവാറ്. അല്ലാതെ ഒരിക്കലും നമുക്ക് ഇപ്പൊ ഈവൻ മാത്സ് കുട്ടികൾക്കുള്ള മറ്റൊരു ബുദ്ധിമുട്ടാണ്. മാത്സ് ആണ് സാറ് CA മുഴുവൻ മാത്സ് ആണെന്ന് ഒരിക്കലില്ല. നമ്മുടെ ഇപ്പൊ പ്രിലിമിനറി സ്റ്റേജ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ സ്റ്റേജിൽ മാത്രമുള്ളൂ പൊതുവെ അങ്ങനെ ഒരു സംസാരമുണ്ട് അല്ലെ. മാത്സ് ആണ് ശരിക്കും എല്ലാരും, പല കുട്ടികളും പല ആൾക്കാരും തെറ്റിദ്ധരിച്ചൊരു കാര്യമാണ് CA മുഴുവൻ മാത്സ് ആണെന്ന് പറയുന്നത്. കാരണം പക്ഷേ CA ഫൗണ്ടേഷൻ ലെവലിലുള്ള ഒരു പേപ്പർ മാത്രമാണ് മാത്സ് എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് ഒരിക്കലും മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് അല്ല നമ്മൾ പഠിക്കുന്നത്. പിന്നെ മാത്സുമായി പോലെ തോന്നുന്ന സബ്ജക്റ്റുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അക്കൗണ്ടൻസി ആണ് മെയിൻ, കാൽക്കുലേഷൻസ് ആണ്. പിന്നെ ഉള്ളത് കോസ്റ്റിംഗ്, FM ഇത്തരം സബ്ജക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഇത്തരം മാത്തമാറ്റിക്കൽ വശങ്ങളിൽ കാൽക്കുലേഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ പോലും അത് പക്ക മാത്സ് അല്ല. ഇക്വേഷൻസും അതുപോലെ തന്നെ ലോജിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക് തന്നെ ഉള്ളൂ. അപ്പൊ ഷിഫിൻ സാർ മെയിൻ ആയിട്ടും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ +2 ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ 6 മാസം കൊണ്ട് CA ഫൗണ്ടേഷൻ പഠിക്കണം. അപ്പൊ ആ ഒരു ടൈം പീരീഡ് കൊണ്ട് ഇത്രയും ടോപ്പിക്ക് പഠിച്ചെടുക്കാൻ സമയം വേണം. അപ്പൊ നമ്മൾ പണ്ടൊക്കെ +2 വരെ 4 മണിക്കൂറൊക്കെ ചിലപ്പോൾ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എക്സാമിന് തലേ ദിവസം പഠിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പൊ അത് പോരാ. ഇവിടെ വരുന്ന സമയത്ത് 10-12 മണിക്കൂറൊക്കെ എന്ത് ചെയ്യേണ്ടി വരും? ഒരുപാട് ഐക്യം നമുക്ക് ആവശ്യമില്ല. കൺസിസ്റ്റന്റ് ആയിട്ട് ഇരിക്കാൻ നമുക്ക് മനസ്സുണ്ടോ, ഈ ഒരു കോഴ്സായിട്ട് നമുക്കൊക്കെ മുന്നോട്ട് പോകാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കേണ്ടി വരുന്നുള്ളൂ. ഇപ്പൊ ഫംഗ്ഷൻസ് ഒഴിവാക്കേണ്ടി വരും. ബാക്കിയുള്ള ഇപ്പൊ ഈ പറഞ്ഞ പോലെ സിസ്റ്റേഴ്സിന്റെ ബ്രദേഴ്സിന്റെ ഒക്കെ എന്തെങ്കിലും പരിപാടികളൊക്കെ ഒഴിവാക്കേണ്ടി വരും. അത്തരത്തിൽ സാക്രിഫൈസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടിപൊളിയായിട്ട് CA ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇനി അസർ സാറോട് ചോദിക്കുകയാണെങ്കിൽ CA മറ്റൊരു ബുദ്ധിമുട്ടായിട്ട് സാർ എന്താ പറയുന്നത്? മറ്റൊരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ +2 അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെ പഠിക്കുന്ന കുട്ടികള് അവർ ബേസിക്കലി എങ്ങനെയാ വെച്ചാൽ ക്ലാസ് കേൾക്കുക, ദെൻ എന്താണ് വീട്ടിൽ പോയിട്ട് അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ലാസ്റ്റ് ഒരു ചിലപ്പോൾ നല്ല പഠിക്കുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2 months ഒക്കെ എന്ത് ചെയ്യും, അവര് സ്റ്റഡി ലീവ് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് ഇരിക്കും. ബട്ട് നമ്മളൊരു കുട്ടികളെ എന്താണ് ഇപ്പോൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ ചിലപ്പോൾ ലാസ്റ്റ് 2 മാസം നന്നായിട്ട് ഇരിക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് എന്താണ് എക്സാം ആകുമ്പോഴേക്കും ഇത് കഴിയുന്നില്ല. സോ നമ്മൾ കുട്ടികളോട് എപ്പോഴും പറയാറുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ ക്ലാസ് തുടങ്ങിയ മുതൽ തന്നെ ഈ ഒരു 10 മണിക്കൂർ വെച്ചിട്ട് അവർ അതായത് എന്നാണോ ക്ലാസ് എടുക്കുന്നത് അത് ക്ലാസ്സിൽ പഠിച്ച് അങ്ങനെ അല്ല. ഇംഗ്ലീഷിലെ സിസ്റ്റം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് രാവിലെ 6 മണിക്ക് തുടങ്ങും, രാവിലെ 6 മണിക്ക് തുടങ്ങി രാത്രി 10 മണി വരെ. അപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്ത് ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യാണ്, പഠിക്കണം. അപ്പൊ ആ പോർഷൻസ് അന്ന് തന്നെ കവർ ചെയ്ത് തീർക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കിട്ടാൻ പറ്റും എന്നുള്ളതാണ്. സ്റ്റാർട്ടിംഗ് തൊട്ടിട്ട് തന്നെ നമ്മളിപ്പോ എവിടെയാണെന്നുണ്ടെങ്കിലും സ്റ്റാർട്ടിംഗ് തൊട്ട് ക്ലാസ് എന്താണോ എടുക്കുന്നത് അത് പഠിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക്
അതിൽ നമ്മൾ ഒന്നാമത് പറഞ്ഞ കാര്യം ഷിഫിൻ സാർ പറഞ്ഞ പോലെ ഇത്ര ടൈം പീരീഡിനുള്ളിൽ പഠിച്ചു കഴിയുക എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അത് തീർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട്. രണ്ടാമത് അസർ സാർ പറഞ്ഞു വെച്ചാല് ഓരോ ദിവസം എടുക്കുന്ന അന്നന്ന് തന്നെ പഠിച്ച് നമ്മൾ ഫിനിഷ് ചെയ്ത് പോകണം. ഇല്ലെങ്കിൽ അവസാനം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ആ സമയം ഒട്ടും തികയാതെ പോകുന്നുള്ളതാണ്. അപ്പോൾ രണ്ടും ടൈം ഫാക്ടർ തന്നെയാണ് ഏറ്റവും വലിയ ഇഷ്യൂ ആയിട്ട് എന്ത് ചെയ്യുന്നത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി ഗഫൂർ സാറിന് ടൈം അല്ലാതെ മറ്റൊരു ഇഷ്യൂ തോന്നിയിട്ടുള്ളത് എന്തായിരിക്കും? ടൈം അല്ലാതെ ഇഷ്യൂ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് വരാനുണ്ട്. അതെ, വെരി ഗുഡ്. എന്നെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഫോൺ ഒരു മെയിൻ ഇഷ്യൂ ആണ്. ഫോൺ എല്ലാരും ഡിസ്ട്രാക്ഷൻസ് ആയിരുന്നു അല്ലെ? ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് ആ ഫോണിന്റെ ഇഷ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ ഷിഫിൻ സാറിന് ഓർമ്മ ഉണ്ടോ? നമ്മള് 3 പേര്, ഞാനും ഷിഫിൻ സാറും ഗഫൂർ സാറൊക്കെ ഒരുമിച്ച് ഫൗണ്ടേഷൻ പ്രിപ്പയർ ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ കയ്യിൽ ഒരു ഫോൺ ഉണ്ടായിരുന്നുള്ളൂ, അതോ സ്വിച്ച് ഫോൺ മാത്രമായിരുന്നോ? ഉപയോഗിക്കാത്തൊരവസ്ഥ. സ്വിച്ച്, അതായത് അന്ന് നിങ്ങൾ ആലോചിക്കണം, സ്മാർട്ട് ഫോൺ അന്ന് ആക്റ്റീവ് ആണ്, പക്ഷെ നമ്മളെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ അടുത്ത് മേടിച്ചു വെക്കാൻ ആരുമില്ല. ഞങ്ങൾ 4 ആളും തീരുമാനിച്ച് സ്മാർട്ട് ഫോൺ കൊണ്ടുവരാതെ റൂം എടുത്ത് ഞങ്ങൾ ഒരു സ്വിച്ച് ഫോൺ മാത്രം എടുത്ത്, അതും എപ്പോഴെങ്കിലും ഒരു വീട്ടിലേക്ക് ഒരു 5 മിനിറ്റ് വിളിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചിരുന്ന സിറ്റുവേഷൻ. അത് ശരി തന്നെയാണ് ഈ സ്മാർട്ട് ഫോണിന്റെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാള് ഇപ്പൊ റൂമിൽ എണീറ്റ് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെയൊക്കെ എണീപ്പിച്ച് എല്ലാവരും ഒരു ടീം വർക്കോട് കൂടി നമുക്ക് നല്ല ഫ്രണ്ട്സ് കമ്പൈൻ സ്റ്റഡി ശരിക്കും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് നമുക്ക് നമ്മൾ പറഞ്ഞു പഠിച്ചൊക്കെ നമുക്ക് എപ്പോഴും മനസ്സിലേക്ക്. അതായത് ഡിസ്ട്രാക്ഷൻസ് ഡിപ്പെൻസ് അപ്പോൺ സ്റ്റുഡൻസ് ആണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് 2 മണിക്കൂർ കൊണ്ട് ഒരു തിയറി ക്ലാസ് കേട്ട് പഠിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചില കുട്ടികൾക്ക് അരമണിക്കൂർ മതിയാവും. സോ ആ സമയത്ത് ഞാൻ 2 മണിക്കൂർ ഫോണിൽ കളിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്കത് നഷ്ടമാണ്. പക്ഷെ നേരെ മറിച്ചിട്ട് ആ അരമണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കുന്ന കുട്ടിക്ക് വേണമെങ്കിൽ വീണ്ടും 1.5 മണിക്കൂർ എന്ത് ചെയ്യാം, ഫോണിൽ കളിച്ചിരിക്കാം. അപ്പൊ അത് ഓരോ കുട്ടികൾക്ക് അതെങ്ങനെയാണോ അവർക്ക് ബാധിക്കുന്നത് അതിനനുസരിച്ച് അവർ പ്ലാൻ ചെയ്യണം. അതായത് സാർ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓരോ കുട്ടികളുടെയും കാലിബർ വ്യത്യാസമാണ്. ഇപ്പൊ നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു കുട്ടി പെട്ടെന്ന് ഒരു കാര്യം പഠിച്ചെടുക്കേണ്ടതെന്ന് അറിഞ്ഞ് നിങ്ങൾ അത് കാണുമ്പോൾ വിഷമിക്കാൻ നിൽക്കരുത്. പ്രധാനമായിട്ടുള്ള ഒരു വിഷയമാണ് പല കുട്ടികളും കമ്പാരിസൺ നമ്മൾ നല്ലപോലെ നടത്തും. ഇപ്പൊ ഞാനൊക്കെ മാത്സ് ഭയങ്കര വീക്ക് ആയിട്ടുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ സയൻസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇത് പെട്ടെന്ന് ചെയ്യാനാണ് ഇപ്പൊ നമുക്ക് വിഷമം വരും. കാരണം നമുക്ക് ഇത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന്. അതേസമയം തിയറി പേപ്പറുകളൊക്കെ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് കേച്ച് ചെയ്യാൻ പറ്റും. നിങ്ങൾ മനസ്സിലാക്കുക, ഓരോ വ്യക്തിക്കും ഓരോ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഉണ്ടാവും. അപ്പൊ ഏതെങ്കിലും ഒരാളെ കമ്പയർ ചെയ്തിട്ട് നമ്മൾ സ്വയം ഇരുന്ന് വിഷമിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കുട്ടികളിൽ ഇപ്പൊ കാണാറുണ്ട്. എപ്പോഴും കാണുന്ന ഒരു പ്രശ്നമാണ്, പ്രധാനപ്പെട്ട പ്രശ്നമാണ് കമ്പാരിസൺ. അപ്പൊ അത് ചെയ്യാതെ നമ്മൾ എന്തായാലും നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ള ഒരു ആത്മസമർപ്പണത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക. ബാക്കി പുറത്തുനിന്ന് പല ആൾക്കാരും പല തരത്തിൽ നിങ്ങളെ ഡിസ്കറേജ് ചെയ്യാനുണ്ടാവും. നിന്നെ കൊണ്ട് അത് പറ്റൂല, ചെയ്യാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊന്നും മൈൻഡ് ആക്കാതെ നമ്മൾ നമ്മളിൽ ഒരു കോൺഫിഡൻസ് വെച്ച് എന്തായാലും മുന്നോട്ട് കൊണ്ട ഒരു കോഴ്സാണ് ഇതിൽ. സെൽഫ് കോൺഫിഡൻസും അതേപോലെ നിങ്ങളുടേതായിട്ടുള്ള ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് വേണ്ട, അതല്ലെങ്കിൽ അതൊക്കെ അത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ളതും കൂടി നിങ്ങൾക്ക് ഈ കോഴ്സ് വഴി മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നല്ലൊരു കോഴ്സാണ് എന്നുള്ള കാര്യം നിങ്ങൾ വീണ്ടും വീണ്ടും ഇഷ്ടപ്പെട്ടും കൂടി ഈ കോഴ്സിനെ എന്ത് ചെയ്യാം, എടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഓക്കെ, അപ്പോ ടോക്ക് വിത്ത് CA എക്സ്പേർട്സ് എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ഫസ്റ്റ് പാർട്ടാണിത്. ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഈഗിൾസ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ CAക്ക് വരാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഗൈഡൻസ് കൊടുത്തുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെബ് സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിർബന്ധമായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഓരോ വരുന്ന പാർട്ടും കാണുക. CAക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒട്ടുമിക്ക വിദ്യാർത്ഥികളുടെയും എല്ലാ പ്രശ്നങ്ങളും ഇല്ലാണ്ടാക്കാനും അവർക്ക് ആ കൺഫ്യൂഷൻസ് മുഴുവൻ ഒഴിവാക്കി അവരുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിച്ചിട്ട് CAക്ക് വരാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാക്കി എടുക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. See you there.